കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരാണ്. രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണി കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു സൗന്ദര്യമുണ്ട്. പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണമാലയും 5 തിലകങ്ങളെ കൊണ്ട് മാല മാതിരി അലങ്കരിച്ചിരിക്കുന്നു. രണ്ട് കയ്യിൻ്റെയും തോളിൽ ഓരോ സ്വർണ്ണത്തിലകം കൂടി വെച്ചിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായിട്ടാണ് ഇന്ന് പൊന്നുണ്ണിക്കണ്ണനെ ഒരുക്കിയിരിക്കുന്നത്. ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും കാണുന്നത്. എല്ലാ ഭക്തന്മാരും അത് കണ്ടതോടുകൂടി ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി ഓടി പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം. ആ സുന്ദര രൂപം, സച്ചിദാനന്ദക്കട്ട പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ? എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. മനസ്സിലേക്ക് അങ്ങോട്ട് നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണൻ അതങ്ങോട്ട് കയറി വരട്ടെ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തൂകുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക, പ്രാർത്ഥിക്കുക. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണു. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും. കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ നാരായണ നാരായണ. ആ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് കേൾക്കും. അത് ഉറപ്പാണ്. കണ്ണന് നമ്മുടെ സ്നേഹം തട്ടിക്കളയാൻ പറ്റില്ല. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് അതിൽ കൂടുതൽ സ്നേഹം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസനയിൽ ഉൾപ്പെടുത്തണം. നമുക്ക് ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഈ കലികാലത്ത് ഇത് ജപിക്കുന്നത് ഉത്തമമാണ്. അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ നാമത്രയ മന്ത്രം ഉൾപ്പെടുത്തുക, ജപിക്കുക. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.